നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂര്യവുഡ് ആനപ്പെരുമയിലേക്ക് സുസ്വാഗതം. ആനപ്രേമം മനസ്സിൽ കരിവീരിനോളം തന്നെ അല്ലെങ്കിൽ കടലുപോലെ തന്നെ സൂക്ഷിക്കുന്ന നിരവധി പേരുണ്ട്. ആനപ്രേമം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവരുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായി ഒരു ആനയെ വാങ്ങുക എന്നുള്ളത്. അങ്ങനെ ആനപ്രേമം കലശലായ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ആനയെ വാങ്ങിയ ഒരു കഥയാണ് ഇന്നത്തെ ആനപ്പെരുമയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ളത്. കോട്ടയം ജില്ലയിലെ ഇളങ്കാവ് ഇത്തിത്താനത്താണ് 25 പേർ ചേർന്ന് സേവാസമിതി രൂപീകരിച്ച് ഒരു ആനയെ വാങ്ങിക്കുന്നത്. ഉത്തർപ്രദേശുകാരനായ ഒരു കുട്ടിക്കൊമ്പനെ. ഇത്തിത്താനം വിഷ്ണുനാരായണൻ എന്ന ഈ കരിവീരക്കേസരിയുടെ വിശേഷങ്ങളാണ്
ഭക്തനാണ് ഇത്തിത്താനം വിഷ്ണുനാരായണൻ. ഇന്ന് ഉത്സവപ്പറമ്പുകൾ കീഴടക്കുന്നതിനായി ഇവൻ ജൈത്രയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഇവൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഉത്തർപ്രദേശാണ് വിഷ്ണുനാരായണൻ്റെ സ്വദേശം. ഇന്ന് പ്രായത്തേക്കാൾ കവിഞ്ഞ വളർച്ച. കുറുമ്പുകളുള്ള ഒരു ആനയാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊണ്ടു നടക്കാൻ പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. കാരണം നമ്മൾ സ്നേഹിച്ചാൽ ഒരുപാട് തിരിച്ചു സ്നേഹിക്കുന്ന ആനയാണ്. പിന്നെ ചെറിയൊരു കുടുംബമൊക്കെ ഉണ്ടില്ലെന്ന് പറയാനില്ല, ഉണ്ട്. അതൊക്കെ മാറാവുന്ന കേസുകൾ ഒക്കെ മാറിക്കോളൂ. ഈ പ്രായത്തിന്റെ അല്ല, ആങ്കൊച്ചല്ലേ, ചെറിയൊക്കെ കാണിക്കും. നാട്ടുകാരോട് പ്രശ്നമുണ്ടോ? ജനങ്ങളോട്? ഇല്ല ഇല്ല, അങ്ങനെ നാട്ടുകാരോടൊന്നും പ്രശ്നമില്ലാത്തതാണ്. നാട്ടുകാരോടാണ് ചെറിയ പിണക്കുള്ളത്. ചെറിയ പിണക്കമുള്ളത്, അതൊക്കെ ഇപ്പം ഇത്തവണ മാറും നമുക്ക്. ഇങ്ങനെ ഇവൻ ഈ സീസണിൽ എത്ര എഴുന്നള്ളിപ്പൊക്കെ എടുത്തു? എങ്ങനെയാണ് ഇവന്റെ? ഇപ്പം 19 എഴുന്നള്ളിപ്പ് കഴിഞ്ഞ്, ഇനിയുണ്ട് പരിപാടി ഇഷ്ടം പോലെ. എല്ലാം സെലക്റ്റീവായ പരിപാടികളാണ് പോകുന്നത്. പറമ്പുകളിലെത്തിയ ഇവന്റെ ഈ ഒരു ചെറുപ്രായത്തിലുള്ള ഒരു ഉയരക്കേമത്വത്തിനുള്ള അർഹത അംഗീകാരം കിട്ടാറുണ്ടോ ഉത്സവ പറമ്പുകളിൽ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും നമുക്ക് നല്ലോണം സഹകരിക്കണം. ആനക്ക് നിലവും കാര്യങ്ങളെല്ലാം ഉള്ള കാരണം അടിപൊളിയാണ്. ചാവക്കാട് മണത്തല സ്വദേശി സിബിനാണ് ഇത്തിത്താനം വിഷ്ണുനാരായണന്റെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ. വിദേശത്താണ് ജോലിയെങ്കിലും ചെറുപ്പം മുതൽ ആനപ്രേമം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന സിബിൻ സീസൺ ആകുമ്പോൾ ആനയെയും പൂരവും കാണാൻ നാട്ടിലുണ്ടാകുമെന്ന് മാത്രമല്ല, മംഗലാംകുന്നിൽ ആനപ്പാപ്പാനായി വരെ ജോലി നോക്കിയിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴത്തെ നാണുഴുത്തച്ഛൻ ശങ്കരനാരായണൻ സിബിന്റെ അരുമയായി കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റൊരു ആനപ്രേമിയും കെ സ്റ്റാർ ബിൽഡേഴ്സിന്റെ ഉടമയുമായ കിഷോറാണ് വിഷ്ണുനാരായണന്റെ ഉത്സവ ചുമതലകൾ നിർവഹിച്ചു പോരുന്നത്. 7 വർഷമായി ആനപരിപാലന രംഗത്ത് സജീവ സാന്നിധ്യമായ കിഷോർ പഴയ മയ്യനാട് വിജയൻ, മുണ്ടയ്ക്കൽ കണ്ണൻ എന്നീ ആനകളെ സ്വന്തമാക്കിയിരുന്നുവെന്ന് മാത്രമല്ല, ഇപ്പോൾ കെ സ്റ്റാർ അസോസിയേറ്റ്സ് എന്ന പേരിൽ ആനച്ചമയങ്ങളും ഉത്സവങ്ങൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഏകദേശം എത്ര വയസ്സ് പ്രായം കാണും ഇവന്? ഏകദേശം അവന് 25 വയസ്സിൻ്റെ താഴെ, 24 വയസ്സ്, ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ വയസ്സ്. ആന വളരെ ചെറുപ്പമാണ്. വളർച്ച എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ആന വളരണേങ്കിട്ടീൻ നല്ലൊരു റേഞ്ചിലാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ആന. അതേപോലെ നിലവിൻ്റെ കാര്യം ഒരു കാരണവശാലും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ 24 വയസ്സിൻ്റെ ഉള്ളിൽ ഇത്രയും ഒരു റേഞ്ചുള്ള ആനകൾ വളരെ അപൂർവമാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് തന്നെ ഉത്സവങ്ങൾ എങ്ങനെയാണ്? എത്ര ഉത്സവങ്ങൾ ഒരു സീസണിൽ എടുക്കുവാൻ? സീസൺ ഉത്സവങ്ങൾ കൂടുതൽ എന്നുള്ളതല്ല, എടുക്കണ ഉത്സവങ്ങൾ നല്ല രീതിയിൽ പോകുക എന്നുള്ളതാണ് നമ്മുടെ കാര്യങ്ങൾ. നല്ല രീതിയിൽ ആനകളെ നിർത്തുക, അതാണ് ഒരു ആനയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. കുറേ ഉത്സവങ്ങൾ എടുത്ത് പോണതല്ല അതിൻ്റെ കാര്യം. നല്ല ഉത്സവങ്ങൾ അതിൽ എഴുന്നള്ളിപ്പാന എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം 24 വയസ്സായിട്ടുള്ളൂ. ഒത്തിരി ഇനിയും വളരാനുണ്ട്, ഇനിയും വളരും ആന.
ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല വലിയ ആനകൾ രാമേന്ദ്രന്, അതേപോലെ മംഗലാംകുന്ന് അയ്യപ്പൻ, അങ്ങനെയുള്ള ആനകൾക്ക് കൂട്ടായിട്ട് വിടുമ്പോൾ ആ ഒരു റേഞ്ച് വലത്തെ കൂട്ടായാലും ഇടത്തെ കൂട്ടായാലും നല്ല ആനകളുടെ ഒപ്പം നിന്ന് എഴുന്നള്ളിക്കാനുള്ള ഒരു പക്വതയും ഇതും ആയി വന്നിട്ടുണ്ട് ആനയ്ക്ക്. പ്രധാനമായി ഏതൊക്കെ ഉത്സവങ്ങളിലാണ് ഇപ്പോൾ ഇന്ന് ഇവൻ്റെ ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുള്ളത്? ഇവിടുത്തെ കുന്നംകുളം മേഖലയിൽ ഒരുവിധം നല്ല നല്ല ഉത്സവങ്ങളിലൊക്കെ ആന പങ്കെടുത്തിട്ടുണ്ട്. സാധാരണ കഴിഞ്ഞ വർഷത്തേക്കാളും അതിന് മുമ്പത്തെ വർഷത്തേക്കാളും കൂടുതൽ ഇക്കൊല്ലം ഒരുവിധം നല്ല ഉത്സവങ്ങളിലൊക്കെ ആന പങ്കെടുത്തിട്ടുണ്ട്. അത് നല്ല കൂട്ടായിട്ടും അല്ലെങ്കിൽ കോലമുള്ള ആനയായിട്ട് തിടമ്പാനയായിട്ടൊക്കെയാണ് കൊല്ലം പൂരിടുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് ആന കൂടുതലായിട്ട് അറിഞ്ഞു വരുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് ഈ ആന ഇളങ്കാവ് വിഷ്ണുനാരായണം എന്ന് പറഞ്ഞ ആന കൂടുതലായി ഫേമസ് ആയി വരുന്നത് നമ്മുടെ ഇപ്പോഴാണ്. കോട്ടയത്ത് അതുപോലെ തന്നെ കൊല്ലം ജില്ലകളിലൊക്കെ സജീവമായിരുന്നു. ആന സജീവമായിരുന്നെങ്കിൽ കൂടി നമ്മുടെ അവിടുത്തെ ഉത്സവങ്ങളുടെ പോലെയല്ല അവിടുത്തെ ഉത്സവങ്ങൾ. അവിടെ ഒരു ആന എന്നുള്ളൊരു പരിഗണന മാത്രമേ എല്ലാവരും കൊടുത്തു വരുന്നുള്ളൂ. ഇന്നത്തെ തൃശ്ശൂർ ജില്ലയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ആനകൾ, എണ്ണം പറഞ്ഞ ആനകളാണ് അവർക്ക് വേണ്ടത്. നല്ല ഉയരപ്പെരുമയുള്ളതും പേരുള്ള ആനകളെ പോലെയാണ് നമുക്ക് വേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ ആനകൾ, വിരലിലെണ്ണാവുന്ന ആനകൾ മാത്രമേ നമുക്ക് ഉള്ളൂ. പക്ഷേ ആ ഒരു റേഞ്ചിലേക്ക് ഇന്ന് എത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ചെറുപ്രായമാണ് ഇപ്പോൾ ഇവൻ്റെ ഒരു വളർച്ച, അതുപോലെ ഇവൻ ഏത് ലെവലിൽ എത്തുമെന്നാണ് നിങ്ങൾ ആനപ്രേമികളും അതുപോലെ ഇവൻ്റെ ഒരു അഭ്യുദയകാംക്ഷികൾ എന്ന നിലയിൽ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും കേരളത്തിൽ അറിയപ്പെടാവുന്ന ഒരു 4-5 ആനകളിൽ ഒരു 5-6 വർഷം കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് വരാവുന്ന ഒരു ആനയാണ്. ആ ഒരു ആനപ്രേമത്തെക്കുറിച്ച് അറിയാം. പറഞ്ഞോളൂ, എത്രമാത്രം നിങ്ങൾക്ക് ഇവൻ പ്രിയപ്പെട്ടവനാണ്? നമുക്കെല്ലാവർക്കും ഭയങ്കര പ്രിയമാണ് ആനോട്. പ്രത്യേകിച്ച് നമ്മളൊരു ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് നമ്മളോട് അത്രയും സ്നേഹം അത് ശരിക്കും നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. അത് നമ്മളടുത്തേക്ക് ചെല്ലുമ്പോൾ ആന നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മിഠായി, ഒരു പഴം എന്തുണ്ടെങ്കിലും ആന അത് ചോദിക്കുക തന്നെ ചെയ്യും നമ്മളോട്. നമുക്കത് കൊടുക്കാനും സന്തോഷമാണ്. അതിൻ്റെ സ്നേഹം ആന തിരിച്ച് നമ്മളെല്ലാവരോടും കാണിക്കുന്നുണ്ട്. അവസരം നാട്ടുകാരോട് പ്രകടിപ്പിക്കാറുണ്ട് അങ്ങനെ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. എന്തെങ്കിലും ഒരു കുറുമ്പ് കാണിക്കുന്ന ആനക്കോടാണെന്നല്ല ആരാധകരോട് അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ഒരാളോടും അത് തിരിച്ചൊരു
ഇത്തിത്താനം വിഷ്ണുനാരായണൻ. ദാ കണ്ടില്ലേ, ഇവനെങ്ങനെ തലയുയർത്തി നിന്നാൽ കർണന്റെ നിലവിനോട് അതും ഏറെ സാമ്യമുണ്ട്. യൗവനയുക്തനായ ഈ യുവ ഗജവീര കേസരി ഭാവിയിലെ ആനക്കേമനായി മാറട്ടെ എന്ന് ആനപ്പെരുമ സംഘവും ആശംസിക്കുകയാണ്. ഇതോടെ സൂര്യവുഡ് ആനപ്പെരുമയുടെ ഒരു അധ്യായത്തിന് തിരശ്ശീല വീഴുകയാണ്. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ മറ്റൊരു ഗജവീര ചരിതവുമായി. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.